ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മലയാറ്റൂർ മല കയറാനായിട്ട് പോവുകയാണേ. അപ്പോൾ വെയിലൊക്കെ വരുന്നതിന് മുമ്പ് പോയി ഇറങ്ങാമെന്നുള്ള രീതിക്കാണ് രാവിലെ തന്നെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ കുറച്ച് ലേറ്റായി. ഫ്രണ്ട്സൊക്കെ അങ്കമാലിൽ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 7:15 തന്നെ ഞാൻ അങ്കമാലിലെത്തി. അങ്ങനെ നമുക്കൊരു ബസ്സും കിട്ടി. അങ്ങനെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിക്ക് അവിടെ താഴെ ഒരു ഷോപ്പിൽ ചെന്ന് ഞങ്ങൾ ദോശയും സാമ്പാറാണ് പറഞ്ഞത്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ നമ്മൾക്ക് മെഴുതിരിയൊക്കെ വിൽക്കാൻ ചേച്ചിമാരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ മെഴുതിരിയും വാങ്ങിച്ച് ഞങ്ങൾ സംസാരിച്ച് നടക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ മലയാറ്റൂർ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി നഗരത്തിൽ നിന്ന് 45 കിലോമീറ്റർ മാറിയാണ്. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമസ് ലെഹായിൽ സ്ഥാപിതമായ മലയാറ്റൂർ പള്ളി ഇന്ന് ഇന്ത്യയിലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമായ ഒന്നാണ്. ഞങ്ങൾ നോമ്പൊക്കെ തുടക്കത്തിൽ തിരക്ക് കുറയുന്നുള്ള രീതിക്കാണ് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരുപാട് വിശ്വാസികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാവിലെ തന്നെ ചെറിയ കുട്ടികളും വലിയ ആൾക്കാരും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വദേശികളും അങ്ങനെ നിരവധി പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ഈ കാണുന്ന നിറയെ പാറക്കല്ലുകളും ഉരുളക്കല്ലുകളൊക്കെ നിറഞ്ഞ വഴിയിലൂടെ 14 സ്ഥലങ്ങൾ കടന്നു വേണമെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള കുരിശുപള്ളിയിലോട്ട് എത്താൻ. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു 1300 അടി ഉയരത്തിലാണ് ഏറ്റവും മുകളിലുള്ള കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നത്. ഉരുളങ്കല്ലുകൾ നിറഞ്ഞ് അതികഠിനമായ ഈ വഴിയിലൂടെ ഏതാണ്ട് ഒരു 600 അടി കയറുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ യാത്രയിൽ ഒന്നാം സ്ഥലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ഉരുളങ്കല്ലുകളും പാറക്കല്ലൊക്കെ നിറഞ്ഞ വഴിയിലൂടെ നമുക്ക് 14 സ്ഥലം കടന്നു വേണം ഏറ്റവും മുകളിലുള്ള കുരിശുപള്ളിയിലോട്ട് എത്താൻ. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് നിരവധി ആളുകൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതാണ് ഒന്നാം സ്ഥലം. ഇതുപോലെ 14 സ്ഥലങ്ങൾ കടന്നു വേണ്ടി നമുക്ക് ഏറ്റവും മുകളിലുള്ള കുരിശുപള്ളിയിലെത്താൻ. ഇങ്ങനെ ഈ 14 കഠിനമായ വഴിയിലൂടെ കടന്ന് ഏറ്റവും മുകളിൽ എത്തിക്കഴിയുമ്പോൾ മുത്തപ്പനെ കണ്ട് വണങ്ങിയിട്ട് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ഒരു മാർത്തോമ മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഏറ്റവും മുകളിലത്തുള്ള സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 10 മണി ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ അപ്പോൾ അവിടെ കുർബാനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കുർബാനയൊക്കെ കേട്ട് പിന്നെ കുമ്പസാരിച്ചതിന് ശേഷമാണ് പിന്നെ അവിടെ മുകളിലുള്ള പള്ളികളൊക്കെ കാണാനായിട്ട് ഇരുന്നത്. അവിടെ മുകളിൽ നമുക്ക് ആനകുത്തിയ പള്ളി, പൊന്നിൻ കുരിശ്, ഈ കാണുന്നതാണ് ആനകുത്തിയ പള്ളി. മുകളിലുള്ള പള്ളികളിൽ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണ് ആനകുത്തി പള്ളി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആനകുത്തിയ പള്ളി, അത്ഭുത കിണർ, വിശുദ്ധൻ്റെ കാൽപ്പാട്, പൊന്നിൻ കുരിശ്, അങ്ങനെ നമുക്ക് നിരവധി കാണാനായിട്ട് സാധിക്കും. പിന്നെ അൾത്താര. അപ്പോൾ നമുക്കിതൊക്കെ കണ്ട് അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് മല ഇറങ്ങാവുന്നതാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നേ. കാരണം കയറിയപ്പോൾ തന്നെ വയ്യാണ്ടായി. കാരണം ഇത്രയൊന്നും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പോയതുകൊണ്ട് എനിക്ക് ഇത്ര ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി കുറേ നേരം അവിടേക്ക് ഇരുന്നു. എല്ലാവരുടെയും പോയി പ്രാർത്ഥിച്ചു വഴിപാടൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന്. നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ചിറങ്ങിയത്. അപ്പോൾ മുകളിലൊക്കെ നിരവധി കാണാനായിട്ട് ഉണ്ടായിരുന്നേ. പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ തീരെ വയ്യായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നേ. ഇങ്ങനെ ഒരു വിറയ്ക്കുന്ന മാതിരി ഫീല്. പിന്നെ നമ്മളപ്പോൾ നോക്കുമ്പോൾ നല്ല ചെറിയ വെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴും നിറയെ ആൾക്കാർ വരുന്നുണ്ട്. കുറേ പേര് തിരിച്ച് ഞങ്ങളുടെ ഒപ്പം തന്നെ ഇറങ്ങുന്നവരുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് വരുന്നവരുണ്ട്. ചെറിയ കുട്ടികളും വലിയ ആളുകളും ചെറിയ ആളുകളൊക്കെ നിറയെ പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പോകുന്ന വഴിയിൽ മലയാറ്റൂർ ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇവരെ കാണാവേ. അപ്പോൾ കുറേ പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് പേര് അവിടെ നിന്നു. അങ്ങനെ തിരിച്ചിറങ്ങുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ തന്നെ നടക്കാൻ തന്നെ വയ്യ. എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഈ ഉരുളൻകല്ലുകളും പാറക്കല്ലുകളൊക്കെ തിരിച്ചിറങ്ങണമല്ലോ. അങ്ങനെ നേരെ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ നേരെ കണിക്കൊന്നൊക്കെ പൂത്തുകണ വ്യൂ ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ തിരിച്ചിറങ്ങുന്ന വഴിക്ക് പിന്നെ ടോയ്സും സ്നാക്സിൻ്റെ കടയൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നടന്നു. ഒരു സന്തോഷം. അങ്ങനെ കുറച്ച് നേരം നമ്മളതൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ താഴേക്ക് ചെന്ന് ഇറങ്ങുന്നത് തടാകത്തിൻ്റെ അവിടെയാണ്. അവിടെ നമുക്ക് ബസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ അങ്കമാലിക്കുള്ള ബസ്സിന് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് അങ്കമാലിക്കുള്ള ബസ് കിട്ടിയേ. എന്നിട്ട് അങ്കമാലി ചെന്ന് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അവിടെ ചെന്നൊരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഫുഡിൻ്റെ മെനു ഷോർട്ടാക്കിയേക്കാം. അപ്പോൾ അവിടെ ആകെ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ എല്ലാവർക്കും നോയമ്പ് അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ സ്ഥിരം കയറുന്ന കടകളൊക്കെ അടച്ചിട്ടേക്കാം. ഗ്യാസിൻ്റെ ഇഷ്യൂ ഇവിടെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നന്നാ മനസ്സിലായി. പിന്നെ നമ്മൾ എന്തെങ്കിലും ലൈമോ ഷേക്കോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്പി കയറി. അങ്ങനെ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ലൈമും കുറച്ച് പേര് ഷേക്കും പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അതൊക്കെ കഴിച്ചു. നേരെ നമ്മൾ ഇറങ്ങി. പിന്നെ നമുക്ക് ബസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ മുകളിലിരുന്ന ബസ്സൊക്കെ പോകുന്ന വ്യൂ നമുക്ക് കാണാവേ. അങ്ങനെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. പിന്നെ ഫ്രണ്ട്സിന് കുറച്ചൊരു ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തൊരു ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 ഫ്രൂട്ട്സൊക്കെ വാങ്ങി പിന്നെ തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട് നിൽക്കുവാണേ. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ബസ് എങ്ങാണ്ട് പോയി. അപ്പം തന്നെ അവർക്ക് ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്കുള്ള ബസ് കിട്ടി. പിന്നെ ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.